ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഹൈപ്പർ ടെൻഷൻ അഥവാ BP ഉള്ളവർക്ക് പ്രാണായാമം, യോഗ, ഡയറ്റ് അതെങ്ങനെ ഉൾപ്പെടുത്താമെന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഏതെങ്കിലും കാരണവശാൽ ഇപ്പോൾ ഈ മെഡിക്കേഷൻസ് എടുക്കുന്നവരുണ്ടെങ്കിൽ ഒരു കാരണവശാലും അത് ഡോക്ടർ നിർദ്ദേശപ്രകാരമല്ലാതെ നിർത്തുവാൻ പാടുള്ളതല്ല. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുമ്പോൾ പ്രായമുള്ളവരിൽ 160/100 ആണ് BP കണക്കാക്കപ്പെടുന്നത്. എന്നാൽ 50 വയസ്സിന് താഴെ ഉള്ളവർക്കാണെങ്കിൽ 140/90 ആണ് BP ആയി കണക്കാക്കപ്പെടുന്നത്. പ്രായമുള്ളവർക്ക് 160/100 ആൻഡ് പ്രായം 50 വയസ്സിന് താഴെയുള്ളവർക്ക് 140/90. ചില ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട്. തലവേദന, തലയുടെ പിറകിൽ നിന്നുള്ള വേദന രാവിലെ കൂടുന്നതായി തോന്നുക, ചെവിയിൽ മൂളൽ പോലെ തോന്നപ്പെടുക, പാൽപിറ്റേഷൻ, ക്ഷീണം, കുറച്ച് പേർക്കെങ്കിലും നേസൽ ബ്ലീഡിംഗ് എന്നിവ BP ലക്ഷണമായി കാണിക്കാറുണ്ട്. ഡയഗ്നോസ് എന്ന് പറയുമ്പോൾ BP നമ്മൾ ചെക്ക് ചെയ്യണം. റെഗുലർ ചെക്കപ്പ് വേണം. 2 കൈയിലും മാറി മാറി ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ആവശ്യമെങ്കിൽ ECG, ചെസ്റ്റ് എക്സ്റേ, ബ്ലഡ് ടെസ്റ്റ് എന്നിവയെല്ലാം ഉൾപ്പെടുത്താവുന്നതാണ്. മോഡറേറ്റ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുമ്പോൾ അത് 110, 130 ആണ്. മൈൽഡ് ഹൈപ്പർ ടെൻഷൻ 90, 110 ആണ്. ഡയസ്റ്റോളിക് ആണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. മൈൽഡ് ഹൈപ്പർ ടെൻഷൻ ഉള്ളവർ പ്രോട്ടീൻ എടുക്കുമ്പോൾ 60 ഗ്രാം പ്രോട്ടീൻ വരെ ഉൾപ്പെടുത്താം. എന്നാൽ സിവിയർ ഹൈപ്പർ ടെൻഷൻ ഉള്ളവർ 20 ഗ്രാമായിട്ട് അത് കട്ട് ഡൗൺ ചെയ്യേണ്ടതാണ്. ഫാറ്റി, അതായത് അനിമൽ ഫാറ്റ്സ്, ഹൈഡ്രജനേറ്റഡ് ഓയിൽസ് ഇതൊന്നും ഒരുപാട് യൂസ് ചെയ്യാൻ പാടില്ല. കാർബോഹൈഡ്രേറ്റ്സ് എടുക്കാം, എന്നാൽ ഒബിസിറ്റി ഉള്ളവർ അതും വളരെ കുറച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. പിക്കിൾ, അതായത് അച്ചാറുകൾ, ചട്നി, ബേക്കറി ഐറ്റംസ്, ബിസ്ക്കറ്റ്, എഗ്ഗ്, ബേക്കിംഗ് പൗഡേഴ്സ് ഇതെല്ലാം ഒഴിവാക്കുന്നതാണ് ഉത്തമം. സോൾട്ടുള്ള എല്ലാ ഫുഡുകളും മാക്സിമം അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ സ്മോക്കിംഗ്, സ്ട്രെസ്, ആൻസൈറ്റി, ഫാറ്റി ഓയിലി ഫുഡ്സ് ഇതൊക്കെ കമ്പൽസറി ആയി നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു ഡയറ്റ് പ്ലാൻ പറയുകയാണെങ്കിൽ അത് രാവിലെ നമുക്ക് ഒരു ഗ്ലാസ് ചായ കുടിക്കാം. അത് ഗ്രീൻ ടീ ആയാലും നോർമൽ ടീ ആയാലും. അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ ഇഡ്ഡലി, ദോശ, മിൽക്ക് എടുക്കുന്നവർക്ക് അങ്ങനെ. ചട്നി ആയാലും ഗ്രേവി ആയാലും ഉൾപ്പെടുത്തുന്നത് ഉപ്പ് വളരെ കുറച്ചാവാൻ ശ്രദ്ധിക്കുക. ഉപ്പില്ലാതെ എടുക്കുകയാണെങ്കിൽ അതും നല്ലത് തന്നെയാണ്. ഉച്ചയ്ക്ക് ചോറ് ഉൾപ്പെടുത്താം. 3-4 ചപ്പാത്തി, കൂടുതൽ ഗ്രീൻ വെജിറ്റബിൾസ് ഉൾപ്പെടുത്തിക്കൊണ്ട് എടുക്കാൻ ശ്രദ്ധിക്കുക. കുക്ക് ചെയ്യുന്ന ഓയിൽ 2 ടീസ്പൂണിൽ കൂടുതലാവാതിരിക്കാനും ശ്രദ്ധിക്കേണ്ടതാണ്. തൈര് എടുക്കാൻ ആഗ്രഹമുള്ളവർ 3/4 എടുക്കാവുന്നതാണ്. അതുപോലെ ഈവനിങ് ഒരു ലൈറ്റ് ടീ എടുക്കാവുന്നതാണ്. സ്നാക്സായിട്ട് ഫ്രൂട്ട്സ് ഉപയോഗപ്പെടുത്തുന്നതാണ് നല്ലത്. അത് പറ്റാത്തവർക്ക് ലൈറ്റായിട്ട് ഹെൽത്തി സ്നാക്സ് എടുക്കാവുന്നതാണ്. ഡിന്നറിനും 3-4 ചപ്പാത്തിയും മിനിമം ക്വാണ്ടിറ്റിയിൽ ചോറും അല്ലെങ്കിൽ ടിഫിന് ഉൾപ്പെടുത്താം. ഗ്രീൻ വെജിറ്റബിൾസ് ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. നമ്മൾ ധാരാളമായി ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാം കഴിക്കുക. സെറൽസും ഉൾപ്പെടുത്തുക. ഉറക്കത്തിന് നല്ല പ്രാധാന്യം കൊടുക്കുകയും വേണം. ആയുർവേദ പ്രകാരം പ്രാണായാമം, റെഗുലർ എക്സസൈസ്, ഹെൽത്തി ഡയറ്റ്, ഫൈബർ ഫുഡ്സൊക്കെ BP കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്ന ഒന്ന് തന്നെയാണ്. ഇവിടെ ഒരു ആസനമുണ്ട്, സുഖാസനം. അതിൻ്റെ പോസ്റ്റർ ശ്രദ്ധിക്കുക. ഒരു കാരണവശാലും പോസ്റ്റർ കറക്റ്റ് അല്ലാതെ ഇരിക്കാൻ പാടുള്ളതല്ല. നമ്മൾ ഇൻഹെയിൽ എക്സെയിൽ ചെയ്യേണ്ടതാണ്. 5 to 10 മിനിറ്റ്സ് നമുക്കിത് ചെയ്യാവുന്നതാണ്. നന്നായി റിലാക്സ് ചെയ്യാൻ ശ്രമിക്കുക. ഇത് BP കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു ആസനമാണ്. അതുപോലെ മറ്റൊരു ആസനമാണ് ബാലാസനം. BPക്കെന്ന് മാത്രമല്ല സ്ട്രെസ്സ് കുറയ്ക്കാനും ഇത് വളരെ ഉത്തമമാണ്. ഹെഡ് തറയിൽ റെസ്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ആ പോസ്റ്റർ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്. 5 to 10 മിനിറ്റ്സ് നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. ബാലാസനം എന്നാണ് ഇതിന് പറയപ്പെടുന്നത്. ഏത് പ്രായക്കാർക്കും ചെയ്യാവുന്ന മറ്റൊരു ആസനമാണ് ശവാസനം. ഇതിൻ്റെ കാൽപാദങ്ങൾ ശ്രദ്ധിക്കുക. അത് കാൽപാദങ്ങൾ രണ്ടും ഫ്രീ ആയി തന്നെ 2 സൈഡിലേക്ക് വിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കൈകളും റിലാക്സ് ആക്കി തന്നെ വയ്ക്കുക. നമ്മളപ്പോഴും ഇൻഹെയിൽ എക്സെയിൽ ചെയ്തുകൊണ്ടേയിരിക്കണം. ഇതും BPക്ക് കുറയ്ക്കാൻ പറ്റുന്ന ഒരു ആസനമാണ്. അതുപോലെ പ്രാണായാമവും നമുക്ക് ചെയ്യാവുന്നതാണ്. ഇൻഹെയിൽ എക്സെയിൽ ചെയ്തുകൊണ്ട് തന്നെയാണ് അതും. രാവിലെ സമയം കിട്ടാത്തവർക്ക് രാത്രി കിടക്കുന്നതിന് മുന്നും ഇത് ട്രൈ ചെയ്യുന്നതാണ്. നമ്മുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്തുകൊണ്ട് ഓവർ സ്ട്രെസ് എടുക്കാണ്ട് നന്നായി ഉറങ്ങിക്കൊണ്ട് ഒരുപാട് കിതപ്പുള്ള എക്സസൈസുകൾ ചെയ്യാണ്ടും ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ടും നമുക്ക് BPയെ ദൂരത്തേക്ക് മാറ്റി നിർത്താം. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.